ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം അച്ഛൻ നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളത്, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ്. അപ്പോൾ ആ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ അപ്പാരിഷൻ നടന്ന, അല്ലെങ്കിൽ അത്ഭുതകരമായ ഇടപെടൽ നടന്ന ഒരു സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഫാത്തിമയിൽ നമുക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമുണ്ട്. അതുപോലെ ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടെടുത്തൊരു ഗ്രോട്ടോയും അവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ റോസാ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഒരു അത്ഭുതകരമായ ഉറവയൊക്കെ കാണിച്ചു തന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളിപ്പം അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ പോരാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോസാ മിസ്റ്റിക്ക മാതാവിനോട് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും പ്രാർത്ഥനകളൊക്കെ നമുക്ക് പറയാം. കേരളക്കരയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ ആശ്രയം വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു മാതാവാണ് റോസാ മിസ്റ്റിക്ക മാതാവ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെയൊക്കെ റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള മാധ്യസ്ഥ ശക്തി ഒത്തിരി കേരളത്തിൽ വളർന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഒട്ടായലച്ചൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള ഭക്തി ഇങ്ങനെ കേരളത്തിലൊക്കെ ആരംഭം കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ പരിശുദ്ധ അമ്മയോട് റോസാ മിസ്റ്റിക്ക മാതാവിനോട് പ്രാർത്ഥിക്കാം. ഈ ഒരു സമയത്ത് അച്ഛൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും, എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരും. പിന്നെ അച്ഛൻ ഇതിൻ്റെ വളരെ ബ്രീഫായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞു തരും. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോലെ ചെറുതായിട്ടൊന്ന് ഹിസ്റ്ററിയൊക്കെ ഒന്ന് പറഞ്ഞു തരും, ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവിടെ പല നടന്ന അപ്പാരിഷൻസാണ്, അതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം പരിശുദ്ധ അമ്മയുടെ രൂപമാണ്. നമുക്കെല്ലാം സുപരിചിതയായ അമ്മയുടെ രൂപം, റോസാപ്പൂവൊക്കെ ഉള്ള 3 റോസാപ്പൂക്കളുള്ള അമ്മയുടെ രൂപം, അതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞുതരാം. പിന്നെയുള്ളത് ഇവിടുത്തെ ഒരു ഉറവയാണ്, ഒരു അത്ഭുത ഉറവയാണ്. ഉറവ നേരത്തെ ഉള്ളതായിരുന്നു, പക്ഷേ പരിശുദ്ധ അമ്മ ഈശോയുടെ പ്രത്യേക കൃപയാൽ അതിനെ വിശുദ്ധീകരിച്ച് രോഗസൗഖ്യത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. പിന്നെ ചെറിയൊരു പരിഹാരത്തിന് വേണ്ടി ഇവിടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അച്ഛൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ അടുത്തേക്ക് പോകാം. നമുക്കൊന്ന് അമ്മയെ കണ്ട് അമ്മയുടെ കൂടെ ഇരുന്ന് ഒരല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളൊരു ഇതാണ് നമ്മുടെ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഗ്രോട്ടോയിലേക്ക് പോകുമ്പോഴുള്ള, അല്ലെങ്കിൽ ആ സന്ധ്വാരത്തിലേക്ക് പോകുമ്പോൾ എൻട്രൻസ്. നമ്മളിങ്ങനെ കടന്ന് ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഈശോയുടെ ഒരു ക്രൂശിത രൂപമാണ്. നമ്മൾ നേരെ അങ്ങ് പോയാൽ നമുക്ക് ഈശോയുടെ ഒരു ക്രൂശിത രൂപമുണ്ട്. കാരണം ഈ റോസാ മിസ്റ്റിക്ക മാതാവ് പ്രത്യക്ഷപ്പെട്ട് പ്രധാനമായിട്ടും പരിഹാരത്തിന് വേണ്ടി പറഞ്ഞൊരു മാതാവാണ്. 3 കാര്യങ്ങളാണ് ശരിക്കും പരിശുദ്ധ അമ്മ ഈ റോസാ മിസ്റ്റിക്ക മാതാവ് നമുക്ക് പറയുന്നത്. 1 പ്രാർത്ഥനയാണ്, 2 പ്രായശ്ചിത്തമാണ്, 3 പരിഹാരമാണ്. അതായത് പ്രയർ, സാക്രിഫൈസ്, പിന്നെ സ്പിരിറ്റ് ഓഫ് പെനൻസ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പരിശുദ്ധമേ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളും ഇതൊക്കെ അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് ശരിക്കും ഇവിടെ ഈ ഒരു ക്രൂശിത രൂപമാണ്. ഇവിടെ വന്ന ആൾക്കാർ പരിഹാരം ചെയ്തിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ പോകുമ്പോൾ അതിന് തന്നെ നമുക്ക് ഇവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കാണാം. ഇത് മറ്റ് സ്ഥലങ്ങൾ പോലെ ഒരു വലിയ സ്ഥലമൊന്നുമല്ല, ചെറിയൊരു സ്ഥലമാണ്. ഒരുപാട് ഇറ്റാലിയൻസിന് ഇങ്ങനെ ഒരു അപ്പാരിഷനെ കുറിച്ച് ഒത്തിരി പേർക്കൊന്നും അറിയത്ത് പോലും ഇല്ല. ഇറ്റലിയുടെ ബാക്കി ഭാഗങ്ങളിലുള്ളവർക്ക് കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മയുടെ ഒരു ഭക്തി ശരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അന്നങ്ങനെ പോയപ്പോൾ ഈശോ അങ്ങനെ ഒരു അനുഗ്രഹം തന്നാണ് പോയി കാണാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒത്തിരി പൂക്കൾ കൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ശരിക്കും ഈ ഒരു അപ്പാരിഷൻ ഉണ്ടായിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്, ഈ അപ്പാരിഷൻ ആർക്കാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ആ ഡീറ്റെയിൽസ് ഒന്ന് അച്ഛൻ പറഞ്ഞുതരാം. ശരിക്കും ഈ അപ്പാരിഷൻസ് ഉണ്ടായിരിക്കുന്നത് 1947 തൊട്ട് പിയേരീന ഗില്ലി എന്ന് പറയുന്ന ഒരു സഹോദരിക്കാണ്. സിസ്റ്ററല്ല, സന്യാസിനിയല്ല, മറിച്ച് ഒരു സാധാരണ കുട്ടിയാണ്, ഒരു സ്ത്രീയാണ്. ആ സഹോദരിക്ക് ഒത്തിരി അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു നേഴ്സായിരുന്നു. നമ്മുടെ ഒരു നേഴ്സുമാരൊക്കെ, പ്യുവർ നേഴ്സ് എന്ന് പറയത്തില്ല, മറിച്ച് നമ്മൾ നേഴ്സുമാരെയൊക്കെ സഹായിക്കുന്ന, അങ്ങനത്തെ രോഗികളൊക്കെ നോക്കുന്ന അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ സഹോദരി എന്ന് പറയുന്നത്. 2 സൈക്കിൾസ് ഓഫ് അപ്പാരിഷൻസ് ആണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത്, അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ. അതിൽ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലുകൾ 1947 തൊട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ആളിങ്ങനെ ഈ പിരിയനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ റൂമിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയെ കണ്ടു. അപ്പോൾ അമ്മ ഭയങ്കര സങ്കടത്തിലാണ് നിൽക്കുന്നത്. അമ്മ ഒരു വയലറ്റ് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നതായിട്ട് ഇവർ കാണുന്നത്. അപ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ 3 വാളുകളുണ്ടായിരുന്നു. 3 വാളുകൾ അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പ്രാർത്ഥിക്കൂ, പ്രായശ്ചിത്തം ചെയ്യൂ, പരിഹാരം ചെയ്യുന്നു അമ്മ ഇങ്ങനെ പറയുന്നതായിട്ടാണ് പുണ്യവതി ഈ ഒരു സഹോദരിക്ക് ദർശനം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
പിന്നെ അപ്പോൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ പ്രായച്ചിത്വം തുടങ്ങി, പരിഹാരം തുടങ്ങി, ഇതെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയുടെ ദർശനം ഉണ്ടാവണം. അപ്പോൾ അമ്മയുടെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ ഈ വയലറ്റ് ധരിക്കുന്നതിന് പകരം അമ്മ വെള്ളയാണ് ധരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലത്തീൻ ക്രമത്തെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ വയലറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഇതിൽ നോമ്പ് കാലത്ത് അല്ലെങ്കിൽ പരിഹാരത്തിൻ്റെ അങ്ങനത്തെ ഒരു ഇതിനാണ് സാധാരണ ഇതിൽ ലിറ്റർജിയിൽ ആ ഒരു കളർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ കാണുന്ന വൈറ്റ് കളറിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. വൈറ്റ് കളർ പ്രത്യക്ഷപ്പെട്ടിട്ട് നേരെ ഈ വയലറ്റ് കളർ വൈറ്റായിട്ട് മാറുന്നു. ഈ സ്വോർഡെല്ലാം, അതായത് ഈ വാളെല്ലാം നേരെ റോസാപ്പൂക്കളായിട്ട് മാറുന്നു. അപ്പം ഈ റോസാപ്പൂക്കളെ സൂചിപ്പിക്കുന്നത് ശരിക്കും ഇത് തന്നെയാണ്. അപ്പോൾ ഈ വാള് മാറാനായിട്ട് ഈ വൈറ്റ് റോസ് സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. അതിൽ ചുമന്ന റോസാപ്പൂ സൂചിപ്പിക്കുന്നത് സാക്രിഫൈസാണ്. അതിൽ മഞ്ഞ റോസാപ്പൂ സൂചിപ്പിക്കുന്നത് പെനൻസാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ, അമ്മയുടെ വിമല ഹൃദയത്തിലെ ഈ തുളച്ചു കയറിയിരിക്കുന്ന ഈ വാളുകൾ അത് റോസാപ്പൂക്കളായിട്ട് മാറുകയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സൂചനയാണ് ശരിക്കും അമ്മ ഇതിലൂടെ നൽകുന്നത്. അപ്പം ഇത് ഡിസംബർ 8, 1947 ഈ ഒരു സൈക്കിള് ഏകദേശം, അതായത് ഈ പരീക്ഷ ഇതെല്ലാം തീരുകയാണ്. പിന്നീട് ശരിക്കും സെക്കൻഡ് സൈക്കിൾ തുടങ്ങുന്നത് 1966 ഫൊന്തനെല്ലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതാ ഈ ഫൗണ്ടെയിൻ, ഈ അരുവിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നാച്ചുറൽ സ്പ്രിങ് ഉണ്ടായിരുന്നു, ചെറിയൊരു അരുവി ഉണ്ടായിരുന്നു, കുഞ്ഞി ഒരു ഇതുണ്ടായിരുന്നു, ഒരു വീറ്റ് ഗോതമ്പ് പാടമാണ് അത്, ഗോതമ്പ് പാടത്തിൽ. അപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെയുള്ള അരുവിയെ ബ്ലസ് ചെയ്തിട്ട് പറയുന്നു, ഫോണ്ട് പോലെ ഒരു ഇത് ഉണ്ടാക്കണം എന്ന് പറയുന്നു. അത് ഉണ്ടാക്കിയിട്ട് അവിടെ വരുന്നവർക്ക് സൗഖ്യം കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ രൂപം കാണുന്നില്ലേ. ഈ രൂപം കാണുന്നതിൻ്റെ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ശബ്ദം കുറച്ച് കേൾക്കായിരിക്കും. അതിങ്ങനെ അരുവി ഒഴുകുന്നതാണ്. ഇതിലാണ് അരുവി എന്ന് പറയത്തില്ല, കുഞ്ഞി ഇച്ചിരി വെള്ളമുള്ളൂ, അതിങ്ങനെ ഒഴുകി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒഴുകി വന്നതിന് ശേഷം അത് നേരെ താഴെ ആ ഒരു ഫൗണ്ടെയിനിലേക്ക് ഇവിടെ ഇപ്പോൾ നോക്കി ഇതുണ്ടോ, ഇതിലാണ് ആൾക്കാരിങ്ങനെ നടക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അച്ഛനൊക്കെ ഇറങ്ങി നടന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പം അതിങ്ങനെ വേറെ ആൾക്കാർ നടക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ആൾക്കാർ എടുക്കാത്തത്. പക്ഷേ ഇതിൻ്റെ അകത്തൂടെയാണ് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ഇറങ്ങി നടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് തിരിച്ചു കയറി വരുമ്പോൾ ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. ആ സൗഖ്യം കിട്ടിയിരിക്കുന്നതിൻ്റെ ഈ സാക്ഷ്യങ്ങളാണ് ഇവിടെ മുഴുവൻ കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വിദേശ രാജ്യത്തു നിന്നാണ് ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വരുന്നത്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇവിടെ നിന്നെല്ലാം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ സ്നേഹമുള്ളവർ, നിങ്ങളിപ്പോൾ കണ്ടോ കുറച്ച് സ്റ്റെപ്പുകൾ കാണാനില്ല, ഇതാണ് ഇവിടെ വരുന്നവർക്കുള്ള പരിഹാരത്തിൻ്റെ എഴുതുന്നത്. നമുക്ക് ഈ സ്റ്റെപ്പിൽ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുട്ടുകുത്തി വേണം സ്റ്റെപ്പ് കയറാനായിട്ട്. അപ്പോൾ മുട്ടുകുത്തി കുറച്ച് സ്റ്റെപ്പുകൾ, പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് കരണക്കൊന്തയോ അല്ലെങ്കിൽ ഇങ്ങനെ കൊന്തയൊക്കെ ചൊല്ലി മുട്ടുകുത്തി സാവധാനം പരിഹാരമൊക്കെ ചൊല്ലി നമ്മൾ കയറും. ഇതാണ് റോസാമിസ്റ്റിക്ക മാതാവ് അത്ഭുതകരമായിട്ട് ഇടപെടൽ നടത്തിയ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ആ പുണ്യവതി ആയിട്ടില്ല, പക്ഷേ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ വേദന കൊണ്ടൊക്കെ കടന്നു പോയ ആളാണ് ഈ ഒരു ദർശനം കിട്ടിയ പെരിഗ്രിനി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആളുടെ ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനിയുള്ള സമയം സ്നേഹമുള്ളവരെ, നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഫോണ്ടോൻ്റെ അടുത്തും അല്ല അമ്മയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ മേടിച്ച് ഈ റോസാപ്പൂക്കളൊക്കെ അമ്മയ്ക്ക് സമർപ്പിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. സാവധാനം മനസ്സുകൊണ്ട് അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളെ ഏറ്റെടുക്കണേ, ഞങ്ങളുടെ പോരായ്മകളൊക്കെ അമ്മയെ ഒന്ന് ഏറ്റെടുക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ, റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ. ഈ ഒരു ഇതിൻ്റെ പ്രത്യേകതയാണ്, റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യേകത. ഒത്തിരി സൗഖ്യം കൊടുക്കുന്നൊരു അമ്മയാണ് റോസാമിസ്റ്റിക്ക മാതാവ്. അപ്പോൾ അതുകൊണ്ട് അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം, അമ്മയെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണേ, ഞങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണേ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണേ. അമ്മയെ ഞങ്ങളുടെ കണ്ണുകൾക്ക്, കാതുകൾക്ക്, ഞങ്ങളുടെ ശിരസ്സിന്, ഞങ്ങളുടെ ബുദ്ധിക്ക് എല്ലാം ഞങ്ങൾക്ക് സൗഖ്യം തരണേ അമ്മേ. ഞങ്ങളുടെ കൈകാലുകളുടെ വേദനകൾ, തളർച്ചകൾ, നടുവിൻ്റെ വേദനകൾ, കാലുകളുടെ വേദനകൾ, ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, മറ്റ് അസ്വസ്ഥതകൾ എല്ലാത്തിലും അമ്മയെ ഞങ്ങൾക്ക് സൗഖ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമ്മ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും ഈ ഒരു സമയം സൗഖ്യം ആവശ്യമുള്ള മക്കൾ, സ്നേഹമുള്ളവർ, നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിലാണ് സൗഖ്യം ആവശ്യമുള്ളത്, ഏതൊക്കെ വ്യക്തികൾക്ക് വേണ്ടിയാണ് സൗഖ്യം ആവശ്യമുള്ളത്, ഈ ഒരു സമയം നിങ്ങൾ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തണേ, ഈശോ എൻ്റെ മേഖലയിൽ എനിക്കൊരു സൗഖ്യം നൽകണേ, എൻ്റെ മേഖല എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തണേ. പരിശുദ്ധ അമ്മ പറഞ്ഞ് ഈ വെള്ളത്തിൽ ഈശോ തൊട്ട വെള്ളം എന്നാണ് അന്ന് പെരിഗ്രിനിയോട് പറഞ്ഞത്.
അപ്പോൾ അതുകൊണ്ട് ഈശോ തൊട്ട വെള്ളമാണ്, ഈശോ നമുക്ക് സൗഖ്യം തരുന്നതാണ്. അപ്പം വിശ്വാസത്തോടെ ഞാനിപ്പോൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്, ഞാനിവിടെ ഈ കുളത്തിൽ ഇറങ്ങി എന്നുള്ളൊരു ബോധ്യത്തിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ആ തളർവാദ രോഗിയാവും പറയുന്നില്ലേ, വെള്ളം ഇറങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ ഈശോ എന്ത് ചെയ്യണം, അവനെ കുളത്തിലിറക്കാനൊന്നും നിന്നില്ല, മറിച്ച് ഈശോ അവനോട് സൗഖ്യപ്പെട്ടു എഴുന്നേറ്റ് കിടക്കെടുത്ത് പൊക്കൊള്ളാനായിട്ട് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഈ ഒരു സമയത്ത് ഈശോ നമുക്കിപ്പോൾ അവിടെ പോയിട്ട് ആ കുളത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിലും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സൗഖ്യം തരും. ആ ഒരു വലിയൊരു ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളിങ്ങനെ ഇടയ്ക്ക് കുർബാനയിൽ നമ്മൾ പ്രത്യേകിച്ച് രത്തിക്രമത്തിൽ കൂദാശോധനങ്ങൾക്ക് തൊട്ട് മുമ്പ് മഞ്ഞുകണം പോലെ പരിശുദ്ധാത്മാവ് വരണം എന്നൊരു ഒരു പ്രാർത്ഥനയുണ്ട്. അതുപോലെയാണ് കാർമൽ മലയിൽ തൂങ്ങുന്ന മഞ്ഞാണ് പരിശുദ്ധ അമ്മ. കാർമൽ മലയിൽ തൂവുന്ന മഞ്ഞ്, ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ. ആ അമ്മയുടെ ഒരു സാന്നിധ്യവും സ്നേഹമൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ മഞ്ഞുകണം പോലെ ജീവിതത്തിൽ ഒഴുകി ഇറങ്ങാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള അശുദ്ധികൾ, ശരീരത്തിൻ്റെ രോഗപീഠകളൊക്കെ ഈ ഒരു സമയം വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാം. അമ്മയെ സൗഖ്യപ്പെടുത്തണേ, അമ്മയെ സ്നേഹം ചൊരിയണേ, അമ്മയെ സൗഖ്യപ്പെടുത്തണേ, അമ്മയെ സൗഖ്യപ്പെടുത്തണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നോഹദൻ പെട്ടകമേ, റോസാ 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 റോസാ, സ്വർഗീയ റോസാ, ആനന്ദ റോസാ. സ്നേഹമുള്ളവർ, ഈ ഒരു സമയം നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥയൊക്കെ നമുക്കുണ്ടാകും, വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ല, ഒട്ടും സന്തോഷമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വലിയൊരു പ്രശ്നം, നമുക്കൊക്കെ എല്ലാം തന്നെ ഉണ്ട്, വണ്ടിയുണ്ട്, ഫോണുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സമാധാനമില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ സമാധാനം കൊണ്ടുവരുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വെള്ളരിപ്രാവാണ് അമ്മ. അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മയെ സമാധാനം ഞങ്ങൾക്ക് നൽകണേ, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ സമാധാനം നൽകണേ, എൻ്റെ ജീവിതത്തിലൊരു സമാധാനം നൽകണേ എന്നൊക്കെ ഈ ഒരു സമയം നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ. ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിൽ ഇങ്ങനെ കയത്തിലൊക്കെ മുങ്ങിപ്പോകുന്നൊരു അനുഭവത്തിലേക്കായിരിക്കും നമ്മൾ. സാമ്പത്തിക മേഖലയിൽ വന്നിരിക്കുന്ന പ്രശ്നമായിരിക്കും, രോഗപീഠകളായിരിക്കാം, അല്ലെങ്കിൽ വലിയ തകർച്ചകളായിരിക്കാം, കുടുംബത്തിലുള്ള വലിയ പ്രശ്നമായിരിക്കും. ഇനി ആരും എന്നെ രക്ഷിക്കാറ്, ഞാൻ രക്ഷപ്പെടുക എന്നൊക്കെ ഒരു നെഗറ്റീവ് വിചാരമൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സമയം അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊന്ന് ഓർത്ത് നോക്കി, വലിയ പ്രളയം ഉണ്ടായ സമയത്ത് നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി, ആ പെട്ടകത്തിൽ കയറി എല്ലാവരും രക്ഷപ്പെട്ടു. അതുപോലെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ, ഈ അമ്മയെ ഇതുപോലെ പ്രശ്നങ്ങളും വിഷമങ്ങളും ആകുലതകളെല്ലാം ഇങ്ങനെ അലയടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അമ്മയുടെ കൈ പിടിച്ച് കഴിയുമ്പോൾ, അമ്മയാകുന്ന പെട്ടകത്തിലേക്ക് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഈശോയാകുന്ന തീരത്ത് നമ്മൾ അണയും. അതിലൊരു സംശയവും വേണ്ട, ഈശോയാകുന്ന തീരത്ത് അണയും. അമ്മയാകുന്ന പെട്ടകം നമ്മളെ കൊണ്ടുവരും. ഈ ഒരു കാലഘട്ടത്തിൽ നോഹയുടെ പെട്ടകമാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയിലേക്ക്, സ്വർഗ്ഗതീരത്തേക്ക്, ഈശോയുടെ തീരത്തേക്ക് അടുപ്പിക്കുന്ന അമ്മയാണ്. അപ്പം അമ്മയോട് പറയാം, അമ്മയെ എൻ്റെ ആകുലതകൾ, വിഷമങ്ങൾ, കണ്ണുനീർ, കയങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാത്തിലേക്ക് അമ്മ വരണേ നമുക്ക് പ്രാർത്ഥിക്കാം. നോഹദൻ പെട്ടകമേ, നോഹദൻ പെട്ടകമേ. ദാവീദിൻ്റെ ഗോപുരമാണ് പരിശുദ്ധ അമ്മ. ഈ ഗോപുരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗോപുരം ഉള്ളതാണ് ശത്രുക്കളുടെ വരവ് തിരിച്ചറിയാൻ പറ്റുന്നത്, ശത്രുക്കളെ പെട്ടെന്ന് തകർക്കാനൊക്കെ പറ്റുന്ന ഈ ഗോപുരം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് പ്രത്യേക ഒരു സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു സമയം പ്രാർത്ഥിക്കാം. അമ്മയെ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണം അമ്മേ. ഞങ്ങളുടെ മുമ്പിൽ എന്തോ ഒരു തിന്മകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അമ്മേ. പക്ഷേ അമ്മ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ അമ്മയെ. നമുക്ക് എളിമയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, സ്വലോകരാജ്ഞിയെ, സമിഷ്ടിക്ക മാതാവേ, ഞങ്ങളെ സഹായിക്കണേ. ദാവീദിൻ്റെ തിരുഗോപുരമായ അമ്മയെ ഞങ്ങളെ സഹായിക്കണേ. ദാവീദിൻ തിരുഗോപുരമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ ഈ ഒരു സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമുക്കൊരു സന്തോഷം, ആനന്ദം നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോയുടെ സ്നേഹവും വാത്സല്യവും ഹൃദയത്തിൽ നിറയുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. നല്ലൊരു സന്തോഷം തരണേന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. നല്ല പൂന്തോട്ടം പോലെ അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങൾ, നിങ്ങൾ ഈ റോസാമിസ്റ്റിക് മാതാവിൻ്റെ അടുത്ത് കണ്ടില്ല, എന്തോരം പൂക്കളും പൂന്തോട്ടം എന്തോരം അങ്ങനെ അലങ്കരിച്ച് വെച്ചിരുന്നത്, അതുപോലെ നമ്മുടെ ഹൃദയങ്ങളൊരു ഒരു ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണേ, സന്തോഷത്തിൻ്റെ ഒരു അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ റോസ, ആനന്ദ റോസ, റോസാ പൂവേ, റോസാ പൂവേ, സ്വർഗീയ റോസ,
ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ കടലിലൊക്കെ അലയുന്ന സമയത്ത് നമുക്കുള്ള ഒരു പ്രഭാത നക്ഷത്രം താരകമായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നടുക്കടലിലേക്ക് അകപ്പെട്ടവരിങ്ങനെ തിരിച്ച് കര കാണാതെ ഇങ്ങനെ അലയുമ്പം അവിടെ ഇങ്ങനെ ഒരു വെട്ടം കാണാം. ലൈറ്റ് ഹൗസിലെ വെട്ടമാണ്. അപ്പോൾ ആ ഒരു വെട്ടം നോക്കി അവർക്ക് തീരത്തണയാനായിട്ട് പറ്റും. അതുപോലെയാണ് പരിശുദ്ധ അമ്മ ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇങ്ങനെ നമ്മൾ സമാനതകളില്ലാത്ത വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ദൂരെ ഒരു വെട്ടം കാണാം. പരിശുദ്ധ അമ്മയുടെ വെട്ടമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മ നമ്മളെ കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. ആ അമ്മയെ നോക്കി അങ്ങ് പോയാൽ മതി. അമ്മയെ നോക്കിപ്പോയാൽ നമുക്ക് വഴി തെറ്റിയല്ല. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ വലിയ പ്രത്യാശ നൽകണം ജീവിതത്തിൽ. അമ്മയെ നോക്കി മുമ്പോട്ട് പോകാനുള്ളൊരു വലിയൊരു കൃപയും അതൊക്കെ തരണമെന്ന് പ്രാർത്ഥിക്കാം. സാഗര താരകമേ, സാഗര താരകമേ. ഈ 3 റോസാപ്പൂക്കൾ നമുക്ക് നെഞ്ചോട് ചേർക്കാം. സ്വർഗത്തിൻ്റെ റോസാപ്പൂവാണ് അത്. പരിശുദ്ധ അമ്മ എന്ന് സ്വർഗത്തിൻ്റെ റോസാപ്പൂവാണ്. റോസറി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ റോസാപ്പൂക്കളുടെ കൂട്ടെന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഓരോ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ നാമം ഉപയോഗിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വർഗത്തിൽ വലിയ റോസാപ്പൂക്കളായിട്ടാണ് മാറുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയുടെ നെഞ്ചിലുള്ള റോസാപ്പൂക്കളെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ അമ്മയുടെ മുമ്പിലുള്ള ഒരു റോസാപ്പൂവായിട്ട് സമർപ്പിക്കുന്നു പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ശംശിയുടെ കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ റോസാ മിസ്റ്റിക മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും വാത്സല്യവും സ്നേഹവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും നയിക്കും. ആമേൻ. എല്ലാവരും ഈശോ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. റോസാ മിസ്റ്റിക മാതാവിനോടൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാം. ഈശോ നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കും.